ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു വറുത്തരച്ച ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റെഡിയാക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ മതി. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് വറ്റൽമുളകാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. അതിനുവേണ്ടി ഞാനൊരു 6 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വാളംപുളിയാണ്. അതിനുവേണ്ടി ഞാനൊരു കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ വറ്റൽമുളക് എടുത്തൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വറുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഈ ഒരു പാകത്തിൽ വറന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങയും സാധനങ്ങളും ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഒരുപാട് അങ്ങോട്ട് വറുക്കൊന്നും വേണ്ട, ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ തേങ്ങ നല്ലോണം ഒന്ന് വറന്ന് നല്ലൊരു മണം വരും. ആ മണം വരണ വരെയും നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയുടെ കളറൊന്നും മാറരുത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലെ മുളക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആദ്യം മുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുളകൊന്ന് ചതച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളക് ഈ ഒരു പാകത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ഫുള്ളായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങൾ അരച്ചതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നമ്മളിവിടെ നല്ലോണം അരച്ച് ഈ ഒരു പാകത്തിലെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ചമ്മന്തി ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചമ്മന്തി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ചോറിന് കൂട്ടാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.